പുറത്തുവന്ന പുതിയ ശബ്ദരേഖയും വാട്സപ്പ് സന്ദേശവും രാഹുൽ മാങ്കൂട്ടത്തിലിനെ വല്ലാതെ കുരുക്കിയിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസ് നേതാക്കളോ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ന്യായീകരിച്ച് സ്വയം നാണം കെടുകയാണ് ചെയ്യുന്നത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആദ്യകാലത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത നേതാവാണ്. എന്നാൽ മെല്ലെ മെല്ലെ അദ്ദേഹവും നിലപാടിൽ വെള്ളം ചേർക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഏറ്റവും ഒടുവിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോടും അദ്ദേഹം ഒഴിഞ്ഞു മാറുകയോ ന്യായീകരിക്കുകയോ ചെയ്യുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നു, ഒരു തവണ നടപടിയെടുത്തതാണ്, വീണ്ടും നടപടിയെടുക്കണോ എന്ന് പറഞ്ഞ് ശബരിമലയിലെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസും അതിൽപ്പെട്ടവർക്ക് എന്തുകൊണ്ട് CPM നടപടിയെടുക്കുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് പരോക്ഷമായി രാഹുൽ മാങ്കൂട്ടത്തിലിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. ആ വാക്കുകൾ കേൾക്കാം. ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട പുതിയ ഓഡിയോ സംഭാഷണങ്ങൾ, അതിന്റെ ഗുരുതരമായ സ്വഭാവത്തിലുള്ള ഓഡിയോ സംഭാഷണങ്ങൾ ഇന്നലെ പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായി. ആ സംഭാഷണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ഇതിൽ ശക്തമായ നിലപാടെടുത്ത ആളാണ്. പക്ഷെ രാഹുൽ ഇപ്പോഴും ഇവിടെ പലതരത്തിലും സജീവമാണ്. പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് ഉൾപ്പെടെ സജീവമാണ്. എന്താണ് നിലപാട്? ഞങ്ങൾ ഈ കാര്യത്തിൽ വളരെ ക്ലിയർ അല്ലേ? അത് പ്രതിപക്ഷ നേതാവ് എടുത്ത നിലപാടല്ലല്ലോ. പാർട്ടി നേതൃത്വം യുനാനിമസായി ഏകകണ്ഠമായി എടുത്തൊരു തീരുമാനമാണ്. പിന്നെ നിങ്ങളിപ്പോ ഈ ചോദ്യം എന്ന് പറയുന്നത് ഒരേ കാര്യത്തിന് 2 പ്രാവശ്യം നടപടി എടുക്കാൻ പറ്റും. ഒരേ കാര്യത്തിന് ഞങ്ങൾ നടപടി എടുത്തില്ലേ? ആ നടപടി എടുത്ത പാർട്ടിയാണ് കോൺഗ്രസ്. ആ നടപടി എടുത്തു. ആ നടപടി ഇപ്പോ നിലനിൽക്കുകയാണ്. ഇതേ ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ടത് ആരോടാണ്? 2 CPM നേതാക്കന്മാര് ശബരിമലയിലെ സ്വർണ്ണക്കള്ള നടത്തിയ ജയിലിലാണ്. മോഷണ കേസിൽ പ്രതികളാണ്. അറിയപ്പെടുന്ന 2 CPM നേതാക്കന്മാർ. ആ പാർട്ടി ഒരു നടപടി എടുത്തോ? അതാണ് ഞങ്ങളുടെ ചോദ്യം. ആ പാർട്ടി ഒരു നടപടി എടുത്തോ? മിണ്ടുന്നില്ലല്ലോ MV ഗോവിന്ദൻ, പാർട്ടി സെക്രട്ടറി. മോഷണ കേസിൽ പ്രതികളായി ജയിലിലാണ്. വെറും മോഷണമല്ല, അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയ കേസിലെ പ്രതികളായിട്ട് ജയിലിലാണ്. അവർക്കെതിരെ ഒരു നടപടി എടുത്തോ? അതിന്റെ അർത്ഥം അവരെ സംരക്ഷിക്കാനായിട്ടു. ഇത് പറഞ്ഞതിന് ശേഷമുള്ള ചോദ്യങ്ങൾക്ക് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഒഴിഞ്ഞു മാറുകയാണ്. അദ്ദേഹം ഇതെല്ലാം ചോദിക്കേണ്ടത് KPCC പ്രസിഡന്റിനോടാണ്. സംഘടനാപരമായ കാര്യങ്ങളിൽ ഞാൻ ഒരു വാക്കും പറയില്ല എന്ന് പറഞ്ഞ് ഒഴിയുന്നതും നമുക്ക് കാണാം, കേൾക്കുക. പാലക്കാട് ജില്ലയിൽ പല സ്ഥലത്തും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ സജീവമാണ്. അതായത് ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ വരെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ച അതിലെല്ലാം രാഹുൽ സജീവമായുണ്ട്. UDF സ്ഥാനാർത്ഥികൾക്കൊപ്പം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കൊപ്പം വീടുകളിലുള്ള പ്രചരണമുണ്ട്. അങ്ങനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ആളുകൾക്ക് അത്തരത്തിൽ പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിയുമോ ഇല്ല? ഇതൊക്കെ സംഘടനാപരമായ കാര്യങ്ങളാണ്. അതെല്ലാം KPCC പ്രസിഡന്റിനോട് നിങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം മറുപടി പറയും. ഞാൻ സംഘടനാപരമായ കാര്യങ്ങൾക്കൊന്നും ഞാൻ മറുപടി പറയത്തില്ല. അദ്ദേഹത്തിനെതിരായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ല. സസ്പെൻഷൻ നടപടിയാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ചുള്ള എന്ത് കാര്യം വേണമെങ്കിലും നിങ്ങൾ KPCC പ്രസിഡന്റിനോട് ചോദിക്കും. താങ്കൾക്ക് മറുപടി പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഏതില് VK ശ്രീകണ്ഠൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അദ്ദേഹം പ്രചരണത്തിന് ഉൾപ്പെടെ ഇറങ്ങുന്നത് UDFന്റെ MLA ആയതുകൊണ്ടാണെന്നാണ്. UDFന്റെ MLA ആണെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരാൾ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് താങ്കൾ മറുപടി പറയും. ഈ കാര്യത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഞാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന മറുപടി വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ്. പാർട്ടി നടപടി നേരിട്ട ഒരു വ്യക്തിക്ക് ഇത്തരത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകിച്ചും സ്ഥാനാർത്ഥി നിർണയ ചർച്ചയ്ക്കും മറ്റു പരിപാടികൾക്കും വരാൻ കഴിയുമോ, പങ്കെടുക്കാൻ കഴിയുമോ? നിങ്ങളത് KPCC പ്രസിഡന്റ് കൂടുതൽ നടപടികൾ ഞാൻ പറയാൻ പാടില്ല. ഈ വിഷയത്തിൽ ഇനി കൂടുതൽ നടപടികൾ ഉണ്ടാകുമോ? ഞാൻ പറഞ്ഞല്ലേ, ഞാനല്ല അത് പറയേണ്ടതാണ്. KPCC പ്രസിഡന്റ് പറയുന്നത്. വീണ്ടും ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് വി.ഡി. സതീശൻ. എന്ത് ചോദിക്കുമ്പോഴും പറയുന്നത് ശബരിമല സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ജയിലിൽ കിടക്കുന്ന CPIM നേതാക്കൾക്കെതിരെ എന്തുകൊണ്ടാണ് നടപടിയെടുക്കാത്തത് CPM? എന്തുകൊണ്ട് മാധ്യമപ്രവർത്തകർ അക്കാര്യം അവരോട് ചോദിക്കുന്നില്ല? നിങ്ങൾ എന്താണ് അത് ചോദിക്കാത്തത്? ഒരിക്കൽ നടപടിയെടുത്ത ഞങ്ങളോട് വീണ്ടും വീണ്ടും ഇക്കാര്യം ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതാണ് വി.ഡി. സതീശന്റെ മറുപടി.
പക്ഷേ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത നേതാവ് എങ്ങനെയാണ് കോൺഗ്രസിന്റെ ദൈനംദിന സംഘടനാ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നത്, സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെടുന്നത്? ഈ ചോദ്യങ്ങൾക്ക് ഒന്നും മറുപടിയില്ല പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്. അദ്ദേഹം അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുകയും അതിനൊക്കെ മറുപടി പറയേണ്ടത് KPCC പ്രസിഡന്റാണ് എന്ന് പറയുകയും ചെയ്യുന്നു. അതോടൊപ്പം മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന സുപ്രധാനമായ ചോദ്യമുണ്ട്. നിങ്ങൾ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിനെ കുറിച്ച് പറഞ്ഞാണല്ലോ ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. രണ്ടും ഒരുപോലെയാണോ എന്ന് ചോദ്യവും മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിനും മറുപടി നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അതും കൂടി കേൾക്കാം. ഭരണം പിടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം പറഞ്ഞത്. അപ്പൊ ഈ ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയെ മുൻനിർത്തിയിട്ട് നിങ്ങൾ വോട്ട് നേടുമ്പോൾ അതൊരു മോശം ഇമ്പാക്ട് അല്ലേ ഉണ്ടാക്കുക? കേരളം മുഴുവൻ 2 മോഷണ കേസിലെ പ്രതികളെ സംരക്ഷിച്ചുകൊണ്ട് CPM വോട്ട് നേടുന്നത്. കോൺഗ്രസിന്റെ കാര്യത്തിൽ എന്താ ഞാൻ ഇതിന്റെ കാര്യത്തിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞില്ലേ, നിങ്ങൾ എന്തിനാണ് ഈ ചോദ്യം ചോദിക്കുന്നത്? ഇപ്പോ ഞങ്ങൾ ഈ വിഷയം ഞങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ ഞങ്ങൾ നടപടിയെടുത്തു. നിങ്ങൾ നടപടി എടുക്കാത്ത ആളുകളോട് പോയി ചോദിക്കും എന്തിനാ ഞങ്ങളോട്. എന്താ ഞാൻ ഒറ്റ ചോദ്യത്തിൽ എന്റെ മറുപടി ഒറ്റ വാചകമാണ്. ഒരേ കാര്യത്തിൽ ഒരു വ്യക്തിക്കെതിരായി 2 പ്രാവശ്യം നടപടി എടുക്കാൻ പറ്റും. ബഹളമുണ്ടാക്കില്ല, അത്ര ആവശ്യം കാണിക്കില്ലേ, ബഹളമുണ്ടാക്കില്ലേ. ഞാൻ മറുപടി പറയല്ലേ, ഒറ്റ വാചകം. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും എന്റെ ഒറ്റ വാചകത്തിലുള്ള മറുപടിയാണ്. നടപടി എടുത്ത ഒരു പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഒരേ കാര്യത്തിൽ ഒരു വ്യക്തിക്കെതിരായിട്ട് 2 പ്രാവശ്യം നടപടി എടുക്കാൻ പറ്റുമോ? അത്രയേ ഉള്ളൂ. സസ്പെൻഷന്റെ മാനദണ്ഡം എങ്ങനെയാണ്? സസ്പെൻഷൻ എങ്ങനെയാണ്? അല്ലെ ഒരാൾക്ക് എങ്ങനെയാണ് പെരുമാറാൻ കഴിയുക? എല്ലാ പ്രിവിലേജോടും കൂടി രാഹുലുകൾ ഞങ്ങൾ എല്ലാ പ്രിവിലേജോടും കൂടി ഇവിടെ നടക്കുകയാണ്. സസ്പെൻഷനിലായ ഒരു കോൺഗ്രസ് ഒരു പൊതുപ്രവർത്തകൻ വീണ്ടും ഇത്രയും ഗുരുതരമായ ഒരു കേസിൽ സസ്പെൻഷൻ നേരിടുന്ന ഒരാൾ സാങ്കേതികമായി പുറത്താക്കില്ല എന്ന് പറയുന്നു. പക്ഷെ ആ ഈ സസ്പെൻഷനിലുള്ള ഒരാൾ വീണ്ടും പൊതുപ്രവർത്തന രംഗത്ത് സജീവമാകുന്നത് ഒരു നല്ല മാതൃകയാണോ? അതിപ്പം സംഘടനാപരമായി ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്ന മറുപടി നിങ്ങൾ എന്തായാലും ഞാനിത് വളരെ കൃത്യമായിട്ട് പറഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ടൈറ്റിലായിരിക്കുമല്ലോ നിങ്ങൾ കൊടുക്കുന്നത്. അങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഞാൻ പറയാത്ത കാര്യമായിരിക്കുമല്ലോ കൊടുക്കുന്നത്. ദേശാഭിമാനി പോലീസും കുറച്ചുകൂടെ നടപടികളിലേക്ക് കടക്കണ്ടല്ലേ? രാഹുൽ ഇനിയും പ്രചരണത്തിന് ഇറങ്ങുമോ സ്ഥാനാർത്ഥികളുടെ കൂടെ? ഞാൻ പറഞ്ഞില്ല, എനിക്ക് പറയാനുള്ളത് ഇക്കാര്യത്തിൽ പറഞ്ഞു. ബന്ധപ്പെട്ട് ഒരു ചോദ്യത്തിന് എനിക്ക് മറുപടിയില്ല. പിന്നെ നിങ്ങൾ ചോദിച്ചോണ്ടിരുന്നോ? ഇവിടെ കോൺഗ്രസ് നേതാക്കൾ ശബരിമലയിലെ സ്വർണ്ണക്കടത്ത് കേസ് ഉയർത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണത്തെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. സ്വർണ്ണ മോഷണമാണ് ശബരിമലയിൽ നടന്നത്. അതിനാണ് CPIM നേതാക്കൾ ജയിലിൽ കിടക്കുന്നത്. അത് കോടതി തീരുമാനിക്കട്ടെ കുറ്റം ചെയ്തുവോ ഇല്ലയോ എന്ന കാര്യം. അതുപോലെയാണോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ്? രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നു, ഗർഭിണിയാക്കുന്നു, ഗർഭചിത്രത്തിൽ നിർബന്ധിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു, കൊല്ലുമെന്ന് പറയുന്നു, നീ ഡ്രാമ കളിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് അവഹേളിക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ നാം കാണുന്നു. ഒരു പെൺകുട്ടിയല്ല, നിരവധി പെൺകുട്ടികൾക്ക് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് വെളിപ്പെടുത്തലിലൂടെ പുറത്തു വന്നതാണ്. അതിനെയും സ്വർണ്ണമോഷണത്തെയും ഒരേപോലെയാണ് കോൺഗ്രസ് നേതാക്കൾ കാണുന്നത്. എത്ര ദുർബലമാണ് അവരുടെ വാദം എന്ന് നോക്കൂ. ഇത് കോൺഗ്രസിന്റെ ഇന്നത്തെ അപജയത്തെയാണ് കാണിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലും ന്യായീകരിക്കേണ്ടി വരുന്ന പ്രതിപക്ഷ നേതാവിനെയും KPCC പ്രസിഡന്റിനെയും കാണുകയാണ് നമ്മൾ. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഈ കേരളം ഇത് അധികകാലം സഹിക്കില്ല. കോൺഗ്രസ് നേതാക്കൾക്ക് എതിരെ നൂറുകണക്കിന് വിരലുകൾ ഉയർന്നു വരുന്ന കാലം അതിവിദൂരമല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം ഇത് കേരളമാണ്.